നമസ്കാരം. കേരളത്തിലെ 27 നിയോജക മണ്ഡലങ്ങളിൽ ഒരു പ്രത്യേക പാർട്ടിക്ക് ജയിക്കുവാനായിട്ട് ഹിന്ദുക്കളുടെ ഒരു വോട്ടും വേണ്ട എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗിലെ പ്രാദേശിക നേതാക്കൾ അവകാശപ്പെടുന്നത് എന്നാണ് അവരുടെ ആന്തരിക വൃത്തങ്ങൾ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണങ്ങളിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്ക് ജയിക്കുവാനായിട്ട് കേരളത്തിലെ 27 മണ്ഡലങ്ങളിൽ, അതും കൃത്യമായിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് ഈ മണ്ഡലങ്ങൾ ഏതാണെന്നുള്ള ഇതിൻ്റെ കണക്കുകളും കാണുമായിരിക്കും. 27 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ജയിക്കുവാനായിട്ട് ഒരു ഹിന്ദുവിൻ്റെ പോലും വോട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സരളമായി അല്ലെങ്കിൽ വളരെ സുഗമമായി ആ മണ്ഡലങ്ങളിൽ ജയിക്കുവാൻ സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതൊരു വീരവാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായി അത്രത്തോളം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, സമാധാന വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഏകീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പോലും പറയണ്ടില്ല, ഏകീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു മുസ്ലിം ലീഗിലേക്ക് മാത്രമാണോ പോകുവാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ പ്രത്യേക വിഭാഗത്തിന് അവർക്ക് മുന്നോട്ട് വെക്കേണ്ടത് മുസ്ലിം ലീഗിനെ ആണെങ്കിൽ അവർ സംഘടിതമായി മുസ്ലിം ലീഗിനെ 27 നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായി ജയിപ്പിച്ചു വിടും. ആകപ്പാടെ മുസ്ലിം ലീഗ് 31 മണ്ഡലങ്ങളിലെങ്ങാണ്ടാണ് ആകപ്പാടെ മത്സരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് എന്ന് പറയുന്നത് പോലെ ഒരു ഓർമ്മ. നമ്പർ സബ്ജക്റ്റ് ടു കറക്ഷൻ. 31 തൽക്കാലത്തേക്ക് നമുക്കങ്ങ് വിചാരിക്കാം. 31 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന് 27 മണ്ഡലങ്ങളിൽ ജയിക്കുവാനായിട്ട് ഒരു ഹിന്ദുവിൻ്റെ പോലും വോട്ട് വേണ്ട എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. 140 സീറ്റുകളുള്ളതിൽ 27 എണ്ണത്തിൽ ഹിന്ദുവിൻ്റെ വോട്ടിനൊരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥ വരുന്നു. ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ രഹസ്യമായും പരസ്യമായും അവകാശപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞു തുടങ്ങി. വീരവാദമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. പക്ഷേ ഇത് വീരവാദമല്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മുസ്ലിം ലീഗാണ് ആ സമുദായത്തിന് മുന്നോട്ട് വെക്കേണ്ട ഒരു പാർട്ടിയെങ്കിൽ അവരതിനെ ജയിപ്പിച്ച് 27 സീറ്റുകളിൽ കൃത്യമായി ജയിപ്പിച്ചു വിടും. നാളെ SDPI ആണ് ജയിപ്പിക്കേണ്ടതെങ്കിൽ 27 സീറ്റുകളിൽ മുസ്ലിം ലീഗിന് ഏത് പ്രാമുഖ്യമുണ്ടായിരുന്നു അത് നാളെ SDPIക്ക് വരും, അല്ലെങ്കിൽ PDPക്ക് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവാന്തര വിഭാഗങ്ങളിൽ ഏതാണോ ആ സമയത്ത് രാഷ്ട്രീയമായി മുന്നോട്ട് കയറി നിൽക്കുന്നത് ആ പാർട്ടിക്ക് വരും. ഇതാണ് അവസ്ഥ. സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് അവരുടെ സമുദായത്തിൻ്റെ നന്മ ഇന്നതിലാണ് എന്ന് അവരുടെ മതനേതാക്കൾ ഏത് ദിശയിലേക്കാണോ വിരൽ ചൂണ്ടി പറയുന്നത് ആ ദിശയിലേക്ക് തന്നെ അവരുടെ വോട്ടുകളുമായും അഭിപ്രായങ്ങളുമായും തെരുവിലെ പ്രകടനങ്ങളുമായും കണ്ണുകെട്ടി തന്നെ മുന്നോട്ട് നീങ്ങും. അതാണ് അവസ്ഥ സംഘടിതമായ വോട്ട് ബാങ്കിൻ്റെ. ഇതിൻ്റെ ശരിതെറ്റുകൾ വ്യാഖ്യാനിക്കുവാൻ ഞാൻ ആളല്ല, അല്ലെങ്കിൽ മുതിരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കേരളത്തിലെ മറ്റ് സമൂഹങ്ങളിൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത, എൻ്റെ വിഷയവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭൂരിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളിലും ഇപ്പോൾ ഒരു അസംഘടിതമായി കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ക്രിസ്ത്യൻ വിഭാഗം സംഘടിതമായിരുന്നു, അവരുടെ വോട്ട് ബാങ്ക് സംഘടിതമായിരുന്നു, അവരുടെ മതനേതാക്കളുടെ ഒരു ആശയവും ആദർശവും ആ മതത്തിനെ സംബന്ധിച്ച്, ഞാൻ മറ്റൊന്നിനുമല്ല പറയുന്നത്, മതത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിരുന്നു, ശക്തമായിരുന്നു. അതിനനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ വോട്ടിൻ്റെ ഗതി നിർണയം ആ സമൂഹം ചെയ്തിരുന്നു. ഇപ്പോൾ അതാകപ്പാടെ ചിന്നിച്ചിതറി, പല വിഭാഗങ്ങളായി ചിന്നിച്ചിതറി, ഉൾപ്പോരുകളും ഒപ്പം തന്നെ അവരുടെ സമ്മതിദായകരിൽ പലരും നാടുവിട്ടുപോയ അവസ്ഥയും ഒക്കെയായി ക്രിസ്ത്യൻ വിഭാഗവും ഏതാണ്ട് ഹൈന്ദവരുടെ അതേ സ്ഥിതിവിശേഷത്തിലേക്ക് തന്നെ അധപ്പതിച്ചിരിക്കുകയാണ്. ഹൈന്ദവർ നേരത്തെ തന്നെ അധപ്പതിച്ച് സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് അധപ്പതിപ്പിക്കുവാൻ മറ്റാരുടെയും പ്രേരണ വേണ്ട, ഞങ്ങൾ തന്നെ അധപ്പതിച്ചോളാം എന്നുള്ള തരത്തിൽ അധപ്പതിച്ച് സ്വന്തം സമ്മതിദാനാവകാശത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. KM ഷാജിയെ പോലുള്ള ഒരാൾ മതമാണ് ഞങ്ങളുടെ പ്രശ്നം, അതാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പച്ചയ്ക്ക് പറയുകയും അതിനെ സംബന്ധിച്ച് ആരും ഒരു പരാമർശം പോലും നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ ചെയ്യാതിരിക്കുകയും ഗോപാലകൃഷ്ണനെ പോലൊരാൾ ഗുരുവായൂരിലൊരു ഹിന്ദു MLA വേണം, അതായത് ഗുരുവായൂരപ്പൻ്റെ നാടായ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണം, ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ ഒരു MLA വേണമെന്നുള്ളൊരു ആഗ്രഹപ്രകടനം നടത്തിയതിൻ്റെ പേരിൽ കേസായി, വിമർശനമായി, ബഹളമായി, പന്തം കൊളുത്തി പ്രകടനമായി, ആനമയിലൊട്ടകമായി, ഗോപാലകൃഷ്ണനും BJPയും പണ്ടേ വർഗീയവാദികളാണ് എന്നുള്ള പ്രചരണമായി, ബഹളമായി. ഇതാണ് വ്യത്യാസം. കാരണം KM ഷാജിയുടെ പിന്നിൽ സംഘടിതമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 27 മണ്ഡലങ്ങളിലെങ്കിലും ഹിന്ദുവിനെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ശക്തമായൊരു വോട്ട് ബാങ്ക് നിലകൊള്ളുന്നു.
ബി ഗോപാലകൃഷ്ണൻ്റെ പിന്നിൽ അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുവാനുള്ള ഒരു സാധ്യത പോലും അദ്ദേഹത്തിന് ഈ നിമിഷം വരെയില്ല. നാളെ ഉണ്ടായാൽ ഇത്തരത്തിലുള്ളൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ പിണറായി വിജയനും വി ഡി സതീശനും എന്തിന് കെ എം ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഞങ്ങൾക്ക് പണ്ടേ ഉള്ളൊരു അഭിപ്രായം അതാണ്, ഗുരുവായൂരപ്പൻ്റെ പുണ്യ ഭൂമിയിൽ ഹിന്ദു MLA അല്ലാതെ മറ്റാരാണ് എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയും. അത് ബി ഗോപാലകൃഷ്ണൻ്റെ പ്രതാപം കണ്ടുകൊണ്ടുള്ളൊരു ഭയത്തിൽ നിന്നോ ബഹുമാനത്തിൽ നിന്നോ അല്ല. എന്തിന് നരേന്ദ്രമോദിയുടെ പ്രതാപം കണ്ട് ഉള്ളൊരു ഭയത്തിൽ നിന്നോ ബഹുമാനത്തിൽ നിന്നോ അല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങൾക്കും പലരും കൈയടിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ശക്തമായൊരു ജനവിഭാഗം നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ അവർക്ക് വ്യക്തമായി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത്തരത്തിലുള്ളൊരു ജനവിഭാഗം കേരളത്തിലില്ല എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുക്കളെയും ഇപ്പോൾ ക്രിസ്ത്യാനികളെയും സംബന്ധിച്ച് ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ടത് ദൗർഭാഗ്യകരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്ത് സംഘടിതമായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു അപകട സ്ഥിതി എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 27 മണ്ഡലങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് പിന്നിലേക്ക് പോകാം. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ്, എന്നാലും വീണ്ടും ആവർത്തിക്കാതെ തരമില്ല. 1946 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് മത്സരിച്ചതാകെ 30-31 സീറ്റുകളിലാണ്. ഇപ്പോഴുള്ളത് പോലെ തന്നെ. അന്നത്തെ മുസ്ലിം ലീഗും ഇന്നത്തെ മുസ്ലിം ലീഗും വ്യത്യസ്തമാണ് എന്നവർ പറയുന്നുണ്ടെങ്കിലും അല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ചരിത്രം. 31 സീറ്റുകളിൽ 30 സീറ്റുകളിൽ 31 അല്ല 30 ആണെന്ന് തോന്നുന്നു 30 സീറ്റുകളിൽ മത്സരിച്ച അവർ 100% സീറ്റുകളും വിജയിച്ചു. അതിൽ തന്നെ മദ്രാസ് പ്രസിഡൻസി, ഇപ്പോഴത്തെ മലപ്പുറവും ഒക്കെ ഉൾപ്പെടുന്ന, മലപ്പുറവും കോഴിക്കോടും ഏറനാടും എല്ലാം ഉൾപ്പെടുന്ന, കേരളം ഉൾപ്പെടുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ അവർ മത്സരിച്ച സീറ്റുകളിലെല്ലാം ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും, ഇപ്പോൾ നിൽക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരിക്കും അവരന്ന് മത്സരിച്ചതെന്ന് ഊഹിച്ചാൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും അതേ സംബന്ധിച്ച്. ആ മണ്ഡലങ്ങളിലെല്ലാം മദ്രാസ് പ്രസിഡൻസിയിൽ 100% വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. 100% വോട്ടുകൾ. വോട്ട് രേഖപ്പെടുത്തിയ ആളുകളിൽ 100% പേരും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തത്, അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. അതേ ആത്മവിശ്വാസം തന്നെയാണ് ഇന്ന് ഈ 27 സീറ്റുകളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ്, ഭാരതത്തിൻ്റെ വിഭജനത്തിന് കാരണമായ പാർട്ടി, ഞങ്ങളുടെ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്നത്തെ മുസ്ലിം ലീഗും രണ്ടും രണ്ടാണ് എന്ന് സ്ഥിരമായി അവർ പറയാറില്ല. ചോദ്യങ്ങൾ ആവർത്തിച്ച് അവർക്ക് നിവൃത്തിയില്ലാതാകുന്ന സമയത്ത് അവർ ഒരു പതിഞ്ഞ സ്വരത്തിൽ പറയും അത് രണ്ടും രണ്ടല്ലേ. പക്ഷെ ആന്തരികമായി അവർ വിശ്വസിക്കുന്നതല്ല. ഇവിടുത്തെ മുസ്ലിം ലീഗും അവിടുത്തെ മുസ്ലിം ലീഗും ഒന്ന് തന്നെയാണ്, അന്നത്തെ മുസ്ലിം ലീഗും ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സത്യവും, അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം തന്നെ ഒന്ന് പരിശോധിച്ചാൽ, പാകിസ്ഥാൻ വിഭജിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയ മുസ്ലിം ലീഗ് തന്നെയാണോ ഇപ്പോഴും പാകിസ്ഥാനിൽ അധികാരത്തിൽ തുടരുന്നത്? അല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സംഘടിതമായ സമാധാന ജനവിഭാഗത്തിൻ്റെ മതനേതാക്കൾക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മുന്നോട്ട് നിർത്തേണ്ടിയിരുന്നത് ജിന്നയുടെ മുസ്ലിം ലീഗിനെ ആയിരുന്നു. ജിന്നയുടെ മുസ്ലിം ലീഗിനെ മുന്നോട്ട് നിർത്തി വിഭജിച്ച് പാകിസ്ഥാൻ സ്വന്തമാക്കിയതിന് ശേഷം കൂടുതൽ തീവ്ര ആശയക്കാരെ പട്ടാളത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റ് മതനേതാക്കളുടെ രൂപത്തിലോ ഒക്കെ അധികാരത്തിൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിരീശ്വരവാദിയായിരുന്ന, എന്നാൽ സാഹചര്യത്തിന് വേണ്ടി മതക്കുപ്പായം എടുത്തണിഞ്ഞ ജിന്നയെ അല്ലെങ്കിൽ ജിന്നയുടെ പാർട്ടിയെ ജിന്നയുടെ മരണശേഷം പൂർണ്ണമായി ഒഴിവാക്കി മറ്റ് തീവ്ര ചിന്താഗതിക്കാരെ അവർ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. IUML ഇന്ന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നാളെ PDP വരും, SDPI വരും. ഇതെല്ലാം കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുവാനോ ശേഷിയുള്ള ഒരു സമുദായത്തിൻ്റെ നേതാക്കൾ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭരണപ്രക്രിയയുടെ കീഴിൽ അംഗീകരിച്ച സംവിധാനങ്ങളായി തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് വിമർശിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനെയൊന്നും രൂക്ഷമായി എതിർത്ത് കേസ് കൊടുത്ത് ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. കാരണം ഇവരെല്ലാം കൃത്യമായി ഭരണഘടനയും നിയമവും എല്ലാം പഠിച്ച് ആ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തു തന്നെ എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ, ഭരണഘടനയുടെ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, അല്ലെങ്കിൽ നിയമം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ ദുർവിനിയോഗം ചെയ്തു തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകളുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. ഇതിനെ എങ്ങനെ തടയാമെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അധികം ചിന്തിച്ച് കൂലങ്കുഷമായി ചിന്തിച്ച് തലച്ചോറുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സരളമാണ് ഉത്തരം. പക്ഷേ
വളരെ സങ്കീർണമാണ് അതിലേക്കുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ചുവടുവെപ്പ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറുവശത്തും സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് മറുവശത്തും ഉണ്ടാവുക. ആ സംഘടിതമായ വോട്ട് ബാങ്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏത് തട്ടിൽ വെച്ച് അളന്നാലും മറുവശത്ത് ഇപ്പോൾ തന്നെ സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്കിനേക്കാൾ ശക്തമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ മറുവശത്ത് സംഘടിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കാരണം കാലാകാലങ്ങളായി പല ഇല്ലാത്ത കഥകളും പറഞ്ഞ്, പല ഇല്ലാത്ത പ്രശ്നങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ 150 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഏതെങ്കിലും ഒരു അനാചാരത്തെ എടുത്തുയർത്തിക്കാട്ടി ഒരു ഭൂരിപക്ഷ വിഭാഗത്തെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിൽ ഈ സമാധാനക്കാരുൾപ്പെടെ അവരെ പ്രീണിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഉൾപ്പെടെ ഉള്ളവർ വിജയിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ് ദൗർഭാഗ്യകരമായ ആ സങ്കീർണതയ്ക്ക് കാരണം. ആ സങ്കീർണത എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളതും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്തിച്ചാൽ ഭാവിയിൽ ഒരു വിഭജനം കൂടി ഒഴിവാക്കുവാനുള്ള ഒരു വഴി നമുക്കിപ്പോഴേ തുറന്നിടാം. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.